അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28 തിങ്കളാഴ്ച. UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് ഉറപ്പായും പോകുമെന്നും പിന്നെ തന്നെ കാണില്ലെന്നും VD സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. വെള്ളാപ്പള്ളിയോട് വെല്ലുവിളിയില്ലെന്നും അദ്ദേഹം രാജിവെക്കേണ്ടതില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ. സിസ്റ്റർ പ്രീതി 1-ാം പ്രതിയും സിസ്റ്റർ വന്ദന 2-ാം പ്രതിയുമാണ്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4, ഭാരതീയ ന്യായ സംഹിത 143 എന്നീ കുറ്റങ്ങൾ ചുമത്തി. പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് സംശയിക്കുന്നുവെന്നും മനുഷ്യക്കടത്തും സംശയിക്കുന്നുവെന്നും FIR-ൽ പറയുന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കോടതിയിൽ സഭാ നേതൃത്വം അപേക്ഷ നൽകും. ദുർഗിലെ കോടതിയിലാണ് അപേക്ഷ നൽകുക. വെള്ളിയാഴ്ചയാണ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ അപലപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ന്യൂനപക്ഷ പീഡനമാണിതെന്നും മതസ്വാതന്ത്ര്യവും ഭരണഘടനാവകാശമാണെന്നും മിണ്ടാതിരിക്കില്ല എന്നും രാഹുൽ ഗാന്ധി X-ൽ കുറിച്ചു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ ഹൈബി ഈഡൻ MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ബെന്നി ബെഹനാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് K സുധാകരൻ MPയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി MB രാജേഷ്. RSS അവരുടെ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും ആ ശത്രുക്കളെ ഇപ്പോഴും വേട്ടയാടുകയാണെന്നും അതിപ്പോഴും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഈ സംഭവം അവരുടെ കണ്ണു തുറപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉറങ്ങുന്നവരെ ഉണർത്താൻ കഴിയുമെന്നും ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ലെന്നും ഇതെല്ലാം കണ്ടിട്ടും സംഘപരിവാരത്തെ രക്ഷകരായി കാണുന്നവരുണ്ടെങ്കിൽ അവർ സൂക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിൽ മിഷനറി പ്രവർത്തകർക്കെതിരായ ആക്രമം നിത്യസംഭവമെന്ന് വെളിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. തീവ്ര ഹിന്ദു സംഘടനാ നേതാവ് ജ്യോതി ശർമ്മ മിഷനറി പ്രവർത്തകരെ പോലീസിന്റെ മുന്നിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവന്നത്. കേസിൽ പ്രതിയായ ജ്യോതി ശർമ്മ ഒളിവിലാണെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത് എന്നും ആരോപണം ഉയരുന്നുണ്ട്. മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ സമ്മർദ്ദം കാരണമാണെന്നും ആരോപണമുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം പ്രതിഷേധാർഹമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മൗനം വെടിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്രിസ്മസിന് കേക്കുമായി അരമനകളിൽ കയറിയിറങ്ങുന്നവരുടെ മനസ്സിൽ വർഗീയതയാണെന്നും വാദിയെ പ്രതിയാക്കുന്ന സമീപനവും പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടും ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ജോൺ ബ്രിട്ടാസ് MP. CBCIക്ക് എന്ത് സഹായവും നൽകാൻ തയ്യാറാണെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ക്രൈസ്തവർക്കെതിരായ ആക്രമണ പരമ്പരയിലെ ഒരു കണ്ണി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അരമനകൾ തോറും കേക്കുമായി കയറിയിറങ്ങുന്നവരുടെയും മാതാവിന് സ്വർണ്ണകിരീടം നൽകുന്നവരുടെയും ഉള്ളിലിരിപ്പാണ് ഇപ്പോൾ പുറത്തുവന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് ഷോൺ ജോർജ്. 2 സിസ്റ്റർമാരും റിമാൻഡിലായ ശേഷമാണ് ഈ കാര്യം അറിയുന്നതെന്നും അതിനുശേഷം നീതി ഉറപ്പാക്കാൻ വേണ്ടത് ചെയ്തു എന്നും ഷോൺ പറഞ്ഞു. നിരപരാധികളാണെങ്കിൽ നീതി ലഭിക്കാൻ വേണ്ടി BJP സംസ്ഥാന കേന്ദ്ര ഘടകങ്ങൾ ഇടപെടുമെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ മുഖപത്രം ദീപികയുടെ മുഖപ്രസംഗം. ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഒഴികെ എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണെന്നും ക്രിസ്മസും ഈസ്റ്ററും ആഘോഷിക്കാൻ സംഘപരിവാറിന്റെ ഔദാര്യം വേണമെന്ന അവസ്ഥയാണെന്നും ദീപിക മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് വേദനയുള്ള സംഭവമാണെന്നും ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് അവരെ ആക്രമിച്ചതെന്നും മതസ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനമാണെന്നും ഏറ്റവും കൂടുതൽ രാഷ്ട്രനിർമ്മിതിക്ക് സംഭാവന നൽകിയ മതമാണ് ക്രൈസ്തവരുടേതെന്നും അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ എംപിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. രാജ്യസഭാ എംപിമാരായ ജോൺ ബ്രിട്ടാസ്, ശിവദാസൻ, A റഹീം, സന്തോഷ് കുമാർ, ലോക്സഭാ MP K രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് പ്രതിഷേധിച്ചത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി സീറോ മലബാർ സഭ PRO ഫാദർ ടോം ഓലിക്കരോട്ട്. ഭാരതത്തിന്റെ മതേതര ഭരണഘടനയാണ് വിചാരണ ചെയ്യപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മിഷനറിമാർ നടത്തുന്നത് നിസ്വാർത്ഥ സേവനമാണ്. മതമാറ്റം എന്നത് ദുരാരോപണമാണ്. ക്രൈസ്തവ മിഷനറിമാരുടെ ത്യാഗപൂർവമായ സേവനത്തെ തടയാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധം. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ കേരള MPമാരുടെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഇരുസഭകളും തള്ളി. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. കേരളത്തിൽ നിന്നുള്ള MPമാരാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നിവ ആരോപിച്ച് ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം പ്രതിഷേധാർഹമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെ ഒരു പറ്റം മതവർഗീയവാദികളെ മുൻനിർത്തി BJP സർക്കാരുകൾ നടത്തുന്ന തുടർച്ചയായ കടന്നാക്രമണങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണിത്. ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി ട്രെയിൻ ടിക്കറ്റ് എക്സാമിനറാണ് ഇവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇട്ടുകൊടുത്തതെന്ന വിവരം ഞെട്ടിക്കുന്നതാണെന്നും മുഹമ്മദ് റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത എന്തിനാ പ്രതിഷേധിക്കുന്നേ? അടുത്ത പെരുന്നാളിന് ഡൽഹിയിൽ ഒന്നുകൂടെ വിളിച്ച് ആദരിച്ചാൽ പോരെ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. RSS സംഘടിപ്പിച്ച ജ്ഞാനസഭ പരിപാടിയിൽ പങ്കെടുത്ത കുഫോസ് VC ബിജുകുമാറിനെതിരെ മന്ത്രി V ശിവൻകുട്ടി. RSSന്റെ പരിപാടിക്ക് പോകുന്നവരെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ടു പോകേണ്ട കാര്യമില്ലെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യം തീരുമാനിക്കണമെന്നുമാണ് മന്ത്രി പറഞ്ഞത്. RSS സംഘടിപ്പിച്ച ജ്ഞാനസഭ പരിപാടിയിൽ പങ്കെടുത്ത സർവകലാശാല VCമാർക്ക് മന്ത്രി ബിന്ദുവിന്റെ വിമർശനം. ജ്ഞാനോൽപാദനത്തിനും വിജ്ഞാന വളർച്ചയ്ക്കും നേതൃത്വം വഹിക്കേണ്ട വൈസ് ചാൻസലർമാരിൽ ചിലരുടെയെങ്കിലും തലകൾ ജ്ഞാന വിരോധത്തിന്റെ തൊഴുത്താക്കി മാറ്റിയെന്നത് RSSന് അഭിമാനകരമായിരിക്കാമെങ്കിലും കേരളത്തിന് ലജ്ജാകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. RSS പരിപാടിയിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിലെ VCമാർ പങ്കെടുത്തതിൽ സർക്കാർ കടുത്ത പ്രതിരോധത്തിൽ. കുഫോസ് VCയുടെ പങ്കാളിത്തം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. സർക്കാർ നോമിനിയാണ് കുഫോസ് VC. CPM നിർദ്ദേശപ്രകാരമാണ് VC രാത്രി വിശദീകരണക്കുറിപ്പ് ഇറക്കിയത്. ഫോൺ വിളി വിവാദം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി KPCC. അന്വേഷണത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചുമതല നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. ശബ്ദരേഖ പ്രചരിപ്പിച്ചത് അടക്കം അന്വേഷിക്കും. കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജി. തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക അധ്യക്ഷനായി N ശക്തൻ ഇന്ന് ചുമതലയേൽക്കും. വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ പാലോട് രവി രാജിവെച്ചതോടെയാണ് ശക്തനെ അധ്യക്ഷനാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഉൾപ്പെടെ നടക്കുന്നതിനാലാണ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിട്ടും മുതിർന്ന നേതാവായ ശക്തനെ KPCC ചുമതല ഏൽപ്പിച്ചത്. കനത്ത മഴയിൽ ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത 66 പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടു. ടാറിംഗ് പൂർത്തിയാക്കിയ ഭാഗത്താണ് ഏകദേശം 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. ദേശീയപാത അധികൃതർ അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട്.
മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് ആശ്വാസം. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനെതിരായ ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഇതോടെ സൗബിന് മുൻകൂർ ജാമ്യത്തിൽ തുടരാം. കേസിലെ പരാതിക്കാരൻ സിറാജാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ റഫറൻസ് ഉത്തരം നൽകാതെ മടക്കണമെന്ന് കേരളം. ഈ ആവശ്യം ഉന്നയിച്ച് കേരളം സുപ്രീം കോടതിയിൽ അപേക്ഷ ഫയൽ ചെയ്തു. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ പേരിൽ 2 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനിനും നോട്ടീസ് അയക്കാനൊരുങ്ങി പോലീസ്. കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി തലയോലപ്പറമ്പ് പോലീസാണ് ഇരുവർക്കും നോട്ടീസ് നൽകുക. SFIയെ താൻ പുകഴ്ത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിലെ ചിലർ നടത്തിയ സൈബർ ആക്രമണം കെട്ടടങ്ങിയത് ആ ആരോപണം അടിസ്ഥാനരഹിതമായതിനാലെന്ന് രാജ്യസഭാ മുൻ ഉപാധ്യക്ഷനും KPCC നിർവാഹക സമിതി അംഗവുമായ പ്രൊഫസർ PJ കുര്യൻ. പല മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളില്ലെന്നും കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ നേതൃത്വം നടപടി സ്വീകരിക്കണമെന്നുമാണ് പറഞ്ഞത്. സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇനി മഴയുടെ ശക്തി കുറയും. എങ്കിലും തുടർച്ചയായി മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ജാഗ്രത തുടരണം. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ധർമ്മസ്ഥലയിലെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് 20 വർഷത്തിനുള്ളിൽ കാണാതായവരുടെ പട്ടിക തയ്യാറാക്കാൻ SIT. ദുരൂഹമരണങ്ങളുടെയും അജ്ഞാത മൃതദേഹങ്ങളുടെയും കണക്കെടുക്കും. നിലവിൽ ബെൽത്തങ്കാടി SIT ക്യാമ്പിന് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിലെ റിസർവ്ഡ് വനത്തിലടക്കം വിവിധ സ്ഥലങ്ങളിൽ മൃതദേഹം മറവ് ചെയ്തെന്നാണ് സാക്ഷിയുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാവും അന്വേഷണം വ്യാപിപ്പിക്കുക. ഹൈദരാബാദിൽ വനിതാ ഡോക്ടർ അടങ്ങിയ കുട്ടിക്കടത്ത്, വാടക, ഗർഭധാരണ മാഫിയ പിടിയിൽ. ഹൈദരാബാദിലെ ഗോപാലപുരത്തുള്ള സൃഷ്ടി IVF സെന്ററിന്റെ ഉടമയായ ഡോക്ടർ നമ്രത അടക്കം 8 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. സിറ്റിയിലെ വിവിധ ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ച് ഇവർ നടത്തിയത് കോടികളുടെ ഇടപാടുകളാണ്. ഹൈദരാബാദിലെ ദമ്പതികളുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ സാങ്കല്പിക രാജ്യങ്ങളുടെ പേരിൽ എംബസി ആരംഭിച്ചതിന് അറസ്റ്റിലായ ഹർഷവർദ്ധൻ ജെയിൻ 300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ. 10 വർഷത്തിനിടെ ഇയാൾ 162 വിദേശയാത്രകളാണ് നടത്തിയത്. 25 ഷെൽ കമ്പനികളും 10 വിദേശ ബാങ്ക് അക്കൗണ്ടുകളും ഹർഷവർദ്ധന്റെ പേരിലാണ്. ഇയാളുടെ വിദേശ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവരം തേടിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിൽ ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും അപകടം. 2 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ. തിക്കിലും തിരക്കിലും 29 പേർക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തെരുവു നായ്ക്കളുടെ കടിയേറ്റ് പേവിഷബാധ കേസുകളും മരണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. പേവിഷബാധ മൂലമുള്ള മരണം അസ്വസ്ഥമാക്കുന്നതെന്ന് നിരീക്ഷിച്ചതാണ് സുപ്രീം കോടതിയുടെ നടപടി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വേതന പരിഷ്കരണം, 36 മാസത്തെ കുടിശ്ശിക വിതരണം എന്നിവയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർണാടകയിൽ KSRTC തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത ആക്ഷൻ കമ്മിറ്റി ജൂലൈ 30-ന് ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ നിരാഹാര സമരം നടത്താൻ ആഹ്വാനം ചെയ്തു. ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ഇന്ന് ചർച്ചകൾക്ക് തുടക്കമാകും. 16 മണിക്കൂറാണ് വിഷയത്തിന്മേൽ ചർച്ച. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് തുടക്കമിടും. രാജ്നാഥ് സിംഗ് തന്നെ മറുപടി നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ തുടങ്ങിയവർ ചർച്ചയിൽ സംസാരിക്കും. കോൺഗ്രസിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പങ്കെടുക്കുന്നവരിൽ ശശി തരൂർ ഉണ്ടാകില്ല. സംസാരിക്കുന്നില്ലെന്ന് തരൂർ കോൺഗ്രസിനെ അറിയിച്ചു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗൗരവ് ഗൊഗോയായിരിക്കും കോൺഗ്രസിൽ ചർച്ചയ്ക്ക് തുടക്കമിടുക. വിഷയത്തിൽ ഇന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി സംസാരിക്കും. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും നാളെ കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കും. ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിച്ച പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ചൈന സന്ദർശിച്ചു. വെള്ളിയാഴ്ച ഉന്നത ചൈനീസ് നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി. സമസ്ത മേഖലകളിലുമുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള മാർഗം തേടിയാണ് മുനീർ ചൈനയിലെത്തിയത്.
വ്യാപാര കരാർ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചെന്ന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെട്ടതുപോലെയാണ് തായ്ലാന്റ് കംബോഡിയ വിഷയത്തിലും ഇടപെട്ടതെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവ യുദ്ധം ഒഴിവാക്കിയത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്നും വ്യാപാര ബന്ധം നിർത്തലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് താൻ ഇത് നേടിയെടുത്തതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിൽ പുതിയ വ്യാപാര ഉടമ്പടിക്ക് ധാരണയായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ദെർ ലയനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. യൂറോപ്യൻ ഇറക്കുമതിക്ക് 15% താരിഫ് ഏർപ്പെടുത്തുന്ന വ്യവസ്ഥകൾക്കാണ് ധാരണയായത്. ഇന്റലിജൻസ് പരിശീലനത്തിൽ സമൂലമായ പരിഷ്കാരങ്ങളുമായി ഇസ്രയേൽ സൈന്യം. എല്ലാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കും അറബി ഭാഷയും ഇസ്ലാമിക സാംസ്കാരിക പഠനവും നിർബന്ധമാക്കിയെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് മുൻപുള്ള ഇന്റലിജൻസ് വീഴ്ചകളെ തുടർന്നാണ് പരിഷ്കരണം. നാസയും ISROയും ഒത്തുചേർന്ന് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിലൊന്നായ നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ വിക്ഷേപണത്തിന് ഒരുങ്ങുന്നു. ജൂലൈ 30 ഇന്ത്യൻ സമയം വൈകുന്നേരം 5:40 NISR ഉപഗ്രഹവും വഹിച്ചുകൊണ്ടാണ് ഇസ്രോയുടെ GSLV F-16 വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചരിത്രത്തിലേക്ക് കുതിച്ചുയരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുന്നത് തുടരണമെന്ന് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി. എന്നാൽ പഹൽഗാമിലേതുപോലുള്ള ഭീകരാക്രമണങ്ങൾ ഒരിക്കലും സംഭവിക്കരുതെന്നും ഗാംഗുലി പറഞ്ഞു. ഏഷ്യാകപ്പ് മത്സരക്രമം പുറത്തുവന്നതിന് പിന്നാലെയാണ് മുൻ ഇന്ത്യൻ നായകന്റെ പ്രതികരണം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.